ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇടുക്കിയിൽ നടത്തുന്ന പരിശോധനയിൽ പോലീസിന്റെ തുറുപ്പുചീട്ടാണ് ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ലേക്ക എന്ന നായ. കഞ്ചാവും പാൻ മസാലയും അടക്കമുള്ള ലഹരി വസ്തുക്കൾ എവിടെ ഒളിപ്പിച്ചാലും ലേക്ക മണത്തറിയും. ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇടുക്കി ലേക്കയുടെ യാത്രയും തുടരുകയാണ്. കേവലം ഒരു പോലീസ് നായ മാത്രമല്ല ലേക, സേനയുടെ അഭിമാനം കൂടിയാണ്. ലഹരിക്ക് തടയിടാൻ ഇപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ഇടുക്കിയിൽ പരിശോധന കർശനമായി തുടരുമ്പോൾ കഞ്ചാവും പാൻ മസാലയും അടക്കമുള്ള ലഹരി വസ്തുക്കൾ മണത്തറിഞ്ഞ് പിടികൂടുന്നതും ലേക തന്നെ. കഴിഞ്ഞ ആഴ്ച 1.5 കിലോ കഞ്ചാവ് വണ്ടിപ്പെരിയാറിൽ നിന്നും ലേക കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് നടത്തിയ പരിശോധനയിൽ 2 ചാക്കിൽ സൂക്ഷിച്ചിരുന്ന പാൻ മസാലയും ലേക പിടികൂടി. ഇതുമാത്രമല്ല, 25-ലധികം നർക്കോട്ടിക് കേസുകളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. മുൻപ് തൊടുപുഴയിൽ നിന്നും 5.5 കിലോ കഞ്ചാവും ലേക കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ പേര് എബിൻ ടി സുരേഷ് എന്നാണ്. ലൈക്കയുടെ ഹാൻഡലറാണ്. അതേപോലെ നമുക്ക് ഡൈസ്റ്റി ജോസഫ്, ഞങ്ങൾ 2 പേരാണുള്ളത്. 2016 ITBP-യിൽ നിന്നാണ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 9 വയസ്സായി. ഏകദേശം ഈ ഡോഗ് ഇനി ഒരു വർഷത്തോടെ കഴിഞ്ഞാൽ റിട്ടയർ ആവാറായി. ഇനി പുതിയ ഡോഗ്സ് നമുക്ക് എടുക്കണം. അപ്പം ലൈക്ക് ഇതേവരെ ഏകദേശം 10-12ഓളം കേസുകൾ നമുക്ക് ഇതുവരെ ബൾക്ക് ക്വാണ്ടിറ്റി പിടിച്ചിട്ടുണ്ട്. ആദ്യമായി ഒരു 2014 ആദ്യമായിട്ട് ഈ ഡോഗ് തെളിയിച്ചൊരു കേസ് ഒരു 5 കിലോ കഞ്ചാവ് കട്ടപ്പന ബസ്സിൽ നിന്ന് പിടിച്ചതാണ്. അതിന് കുറേ കേസുകളുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഏറ്റവും പുറകിൽ പിടിച്ചത് സാർ പറഞ്ഞ പോലെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ 1.5 കിലോ കഞ്ചാവ് പിടിച്ചതാണ് ലാസ്റ്റ്. എബിൻ ജി സുരേഷ്, ഡൈസ്പി ജോസ് എന്നിവരാണ് പരിശീലകർ. ലേക ഡ്യൂട്ടിക്കിറങ്ങിയാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒപ്പമുണ്ടാകും. 35 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് കോട്ടയത്ത് നിന്നും ലേഗയെ ഇടുക്കി ഡോഗ് സ്ക്വാഡിലേക്ക് വാങ്ങുന്നത്. കഴിഞ്ഞ 9 വർഷമായി ഇടുക്കി ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമാണ് ലേക. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ നിന്നും പരിശീലനം നേടിയ നായ എന്ന പ്രത്യേകതയും ഇവൾക്കുണ്ട്. ലേക പരിശോധനയ്ക്കിറങ്ങിയാൽ എന്തെങ്കിലും കണ്ടെത്താതെ മടങ്ങാറുമില്ല. ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കാനുള്ള പോരാട്ടത്തിലും ലേക മുന്നിലുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.